വായിക്കാം. യെശയ്യാപ്രവചനം 30-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. യെശയ്യാവ് 30:15. ഇസ്രായേലിന്റെ പരിശുദ്ധനായി യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം, എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല. സ്തോത്രം. ഒരു അയണിയായിട്ടുള്ള ലാംഗ്വേജിൽ പറഞ്ഞ് കർത്താവ് ആ ഒരു വാക്യം അവിടെ നിർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം, എങ്കിലും നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല. നിങ്ങൾക്ക് മനസ്സാകാതെ അല്ല. സ്തോത്രം. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരക്ക് പിടിച്ച ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഇടയ്ക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഓടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വാക്യമായിട്ട്, നമ്മളാൽ നമുക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് പിറകെ നമ്മളിങ്ങനെ നമ്മുടെ ശരീരവും മനസ്സും കൊണ്ട് വല്ലാതെ ഭാരപ്പെട്ട് ധൃതി പിടിച്ച് ഹറിബറിയായിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്ന് എനിക്ക് വിടുതൽ കിട്ടും, എവിടെ നിന്ന് എനിക്ക് ആശ്വാസം കിട്ടും, എവിടെ നിന്ന് എനിക്കൊരു സന്തോഷം കിട്ടും, സമാധാനം കിട്ടും, അങ്ങനെ പല വിഷയങ്ങളുടെ മധ്യേ ഭാരപ്പെട്ട് നിറങ്ങി ഓടുന്ന ഒരു വിശ്വാസിയെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സത്യത്തിലൂടെ ഇസ്രായേൽ മക്കൾ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ചെയ്ത രണ്ട് കാര്യം: ഒന്ന് റിട്ടേൺ, ഒന്ന് മടങ്ങി വരിക; രണ്ട് വിശ്രമിക്കുക. രണ്ട് കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിടെ വിളിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്രായേൽ മക്കള് മോശയോട് മരുഭൂമിയിൽ വെച്ച് വല്ലാതെ വഴക്കടിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ വായിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകത്തില്. 14-ാം അധ്യായത്തിൽ അവിടെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇസ്രായേലിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്? അവിടെ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഈ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത്? ഞങ്ങളെ മിസ്രയേലിന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? ഇന്ന് പലരും വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് ഇതിലും ഭേദം അതായിരുന്നു, അവിടെ ആയിരുന്നപ്പോ ഇത്തരം പ്രശ്നങ്ങളോ പ്രതികൂലങ്ങളോ അല്ലെങ്കിൽ ചാലഞ്ചസ് ഒന്നും എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ പറയുന്ന ഒരു വിശ്വാസ സമൂഹം നമുക്ക് ചുറ്റിനുമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റുന്ന പോലെ ഒരുപാട് പേർ അങ്ങനെ ആയിരിക്കും. ഇതിലും ഭേദം അതായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ നോക്കിക്കൊണ്ട് മോശ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങൾ വീണ്ടും പോയിട്ട് മിസ്രൈമിൽ പോയിട്ട് ജോലി ചെയ്യട്ടെ, അവർക്ക് പറവോന് വേണ്ടി അധ്വാനിക്കാൻ ഞങ്ങൾ മടങ്ങിപ്പോയിട്ട് ഞങ്ങളെ വിടണമെന്ന് പറഞ്ഞ മോശയോട് വാദിക്കുന്ന ഒരു ജനത്തോട് മോശയിൽ കൂടെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്: ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമിനെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവാത്മാവ് മോശയിലൂടെ പറയുന്ന ഒരു കാര്യമാണ്: നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പക്ഷെ ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, കർത്താവിന് നമ്മൾ അറിഞ്ഞ് ക്രിസ്തീയ വിശ്വാസത്തോടെ നമ്മൾ കാലെടുത്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ എല്ലാം നമ്മുടെ ലോഡ്ഷിപ്പ് നമ്മൾ കൊടുക്കുന്ന ദൈവത്തിനാണ്. നമ്മുടെ ലൈഫിനെ കുറിച്ച് വ്യക്തമായ പദ്ധതിയും പ്ലാനും ഉള്ളത് കർത്താവിനാണ്. അപ്പൊ നമ്മൾ അവിടെ ഡ്രൈവർ ആയിരിക്കേണ്ട കാര്യമില്ല, ദൈവമാണ് നമ്മുടെ ഡ്രൈവർ, ദൈവമാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ള ഒരു ക്വയറ്റായിട്ടുള്ള ഒരു ട്രസ്റ്റ് നമുക്ക് വേണം. പൂർണ്ണ വിശ്വാസം നമുക്ക് അവിടെ ഉണ്ടാവണം. അവിടെ ആ വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഭാരപ്പെടുകയും നിരാശപ്പെടുകയും നിലവിളിക്കുകയും ചെയ്യുന്നത്. വല്ല നടുക്കടലിലെ കൊടുങ്കാറ്റടിച്ചപ്പോഴേക്കും ശിഷ്യന്മാരെല്ലാം കൂടി കിടന്ന് നിലവിളിച്ചു. കർത്താവ് അവരുടെ പടകിലുണ്ട്, കർത്താവ് ഉറങ്ങുകയാണ്. പക്ഷേ സ്തോത്രം, അവർ കർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് പെട്ടെന്നൊരു എന്താ പറയുക, ഒരു എമർജൻസി മീറ്റിംഗ് അവർ കൂടിയിട്ട് കർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് എഴുന്നേറ്റ് അവർ ശാസിച്ചു: ഭീരുക്കളെ, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാതെ എന്ന് പറഞ്ഞിട്ട് അവർ വഴക്കു പറഞ്ഞിട്ട് ആ കാറ്റിനെ കടലിനെ നോക്കി ഒറ്റ ശാസനയാണ്: കാറ്റെ അടങ്ങും, കടലെ അടങ്ങുമെന്ന് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ അടങ്ങുമെന്ന് പറഞ്ഞിട്ട് കർത്താവ് ശാസിക്കാനിടയായി. സത്യത്തിൽ ശിഷ്യന്മാര് അത് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? സ്തോത്രം. കർത്താവിനോട് വിളിച്ചുണർത്തി കർത്താവിനോട് ആ ഒരു കാര്യം പറയേണ്ട കാര്യമില്ല: ഞങ്ങൾ നശിച്ചു നിനക്ക് വിചാരമില്ല. അതൊക്കെ അവരുടെ അസ്വസ്ഥപ്പെടുന്ന ആ മനസ്സിൽ നിന്ന് വന്ന ചോദ്യങ്ങളാണ്. സ്തോത്രം. പലപ്പോഴും പല വിഷയങ്ങളുടെ മധ്യ നമ്മൾ ഇങ്ങനെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച കർത്താവിനുണ്ടോന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, നമ്മൾ ഒന്നും കൂടി നമ്മളതിന് ആത്മശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. പക്ഷെ ദൈവാത്മാവ് ചില കാര്യങ്ങളുടെ മധ്യ നമ്മളോട് മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ
നിങ്ങൾ ക്വൈറ്റ് ചെയ്യാൻ പറയുമ്പോൾ സ്തോത്രം എന്ന് പറഞ്ഞാൽ അതൊരു സിമ്പിൾ വേർഡ് അല്ല. അത് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ വിശ്രമിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് അത് സാധിക്കാന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. സ്തോത്രം. അത് ഒറ്റ വാക്കുകൾ, ഒറ്റ കാര്യമുള്ളൂ, മിണ്ടാതിരിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ക്വൈറ്റ് ആയിട്ടിരിക്കും, ഒന്ന് സ്റ്റില്ലായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ദൈവത്തിന്റെ മുഖത്തോട് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റും. ദൈവം നമ്മളെ കുറിച്ച് ആകെ ഏറ്റവും വലിയൊരു കാര്യം, ഹല്ലേലൂയ, നമ്മള് ഒരുപാട് മീറ്റിങ്ങുകൾ പോകുന്ന, അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജ് കേൾക്കാൻ, ഈവൻ നമ്മള് സത്യം പറഞ്ഞാല് ഇന്നിപ്പം മൊബൈലൊക്കെ വന്നതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ കൈയൊക്കെ അറിയാതെ മൊബൈൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ പോകും അല്ലെ, സ്തോത്രം. പല കാര്യങ്ങൾ ചെയ്യാൻ പോകും, സ്തോത്രം. അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോഴേക്കും നമ്മളത് ഡബിൾ ആക്കി വിടും, പെട്ടെന്ന് കേട്ട് തീരാൻ വേണ്ടി. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള കാര്യം, നമ്മുടെ നോക്കിയിട്ട് പറയാനുള്ള കാര്യം, നിങ്ങളൊന്ന് ക്വൈറ്റായിട്ടിരിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? എന്റെ അടുത്ത് വന്ന് പക്ഷെ നമ്മൾ ചുമ്മാ മിണ്ടാതിരിക്കാന്നല്ല. നമ്മൾ മിണ്ടാതിരിക്കേണ്ട ആരെടുത്താന്നറിയാമോ? കർത്താവിന്റെ അടുത്ത് വന്നിട്ട് മിണ്ടാതിരിക്കുക. ഒന്ന് റെസ്റ്റ് ചെയ്യുക. കർത്താവിന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യുക, ഒന്ന് വിശ്രമിക്കാൻ നമ്മളൊന്ന് തുടങ്ങിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഇടപെടേണ്ട പല വിഷയങ്ങൾ നമുക്ക് ഈ കർത്താവ് ഇടപെടാൻ തുടങ്ങും. സ്തോത്രം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന് മോശയിലൂടെ ദൈവാത്മാവ് പറഞ്ഞതുപോലെ പല വിഷയങ്ങളുടെ മധ്യം കർത്താവ് യുദ്ധം ചെയ്യാൻ തുടങ്ങും. നമ്മൾ മിണ്ടാതിരുന്നാൽ മാത്രം എവിടെ? കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവത്തിന്റെ പാതപെടുന്നത്. ഒരുപക്ഷെ ചില ലോങ് മണിക്കൂറൊക്കെ നമ്മൾ ഇരിക്കേണ്ടി വരും. ഹാലയില് പെട്ടെന്നൊന്ന് ഇൻസ്റ്റന്റ് ആയിട്ടൊന്നും ചിലപ്പോൾ ദൈവം മിണ്ടിയെന്ന് വരത്തില്ല, ദൈവം ഇടപെട്ടെന്ന് വരത്തില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇടപെടലുകൾ നമ്മൾക്കുണ്ടാകും. അല്ല എങ്കിൽ സ്തോത്രം, നമ്മൾ അങ്ങനെ ക്വൈറ്റ് ആകാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ പലതിലും ഇസ്രായേൽ മക്കൾ കാണിച്ചതുപോലെ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോട്ടെ, ഞങ്ങൾ ഇസ്രായേലിലോട്ട് പോട്ടെ, പറവോനെ ഹെൽപ്പ് ചെയ്യാൻ പോട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നമ്മുടെ അകത്ത മനുഷ്യർ ഇങ്ങനെ നമ്മുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മളിത് കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും. കർത്താവ് ഇത് കേട്ടതായി പോലും ഭാവിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കാരണം കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊണ്ട് സങ്കീർത്തനം 46:10 പറയുന്നു, അത് ജാതികളുടെ ഇടയിൽ ഞാൻ ഉന്നതനാകും. സ്തോത്രം. എന്ന് പറയുമ്പോൾ ജാതികളുടെ ഇടയിൽ കർത്താവിന്റെ നാമം ധരിച്ചവരെ ദൈവം ഉന്നതനാക്കുമെന്ന് തന്നെ അതിന്റെ അർത്ഥം. കാരണം നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ, നമ്മൾ ദൈവസന്നിധിയിൽ മിണ്ടാതിരിക്കുമ്പോൾ, കർത്താവിന്റെ പാദപീഠം വന്ന് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത്, നമ്മൾ മറുപടി പറയേണ്ടടുത്ത്, നമ്മൾ സ്പീക്ക് ചെയ്യേണ്ടടുത്ത് കർത്താവ് ഇടപെടാൻ തുടങ്ങും. സ്തോത്രം. ഹാലലൂയ. അതുകൊണ്ട് ഈ പകൽക്കാലം ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലോട്ട് ഇട്ട് തരിക. സ്തോത്രം. കർത്താവിന്റെ ആത്മാവിനോട് നമുക്ക് പറയാം, കർത്താവ് അതിനായിട്ട് എന്റെ മൈൻഡിനെ, എന്റെ ആത്മാവിനെ ക്വയറ്റാക്കിയിട്ട് ദൈവസ്ഥനെ ഇരിക്കാനുള്ള കൃപ എനിക്ക് തരണേ കർത്താവ്. ഞാൻ പ്രതികരിക്കേണ്ടടുത്ത്, ഞാൻ സംസാരിക്കേണ്ടടുത്ത്, എനിക്ക് സംസാരിക്കാൻ അറിയാതിരിക്കുമ്പോൾ, എനിക്ക് പ്രതികരിക്കാൻ അറിയാതിരിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്ക് വേണ്ടി പ്രതികരിക്കണം കർത്താവ്, അവിടെ നിന്ന് എനിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങി. സ്തോത്രം. തീർച്ചയായും കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ജീവിതം ചെയ്തു തരും. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടതുപോലെ നമ്മൾ ചിന്തിക്കുക, നമ്മുടെയൊക്കെ ജീവിത പടകിൽ കർത്താവ് ഉണ്ട്. ആ വിശ്വാസം നമുക്ക് വേണം. എന്റെ ജീവിത പടകില്, എന്റെ ജീവിതമാകുന്ന പടകിൽ എന്റെ യേശു ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഒരുപക്ഷെ അവിടെ ശിഷ്യന്മാരെ കണ്ടപ്പോൾ കർത്താവ് ഉറങ്ങുകയാണ്. പക്ഷെ കർത്താവ് ഉറങ്ങുകയല്ല, ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഉറങ്ങുകയില്ല, മയങ്ങുകയുമില്ല. സ്തോത്രം. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത് ഭാഗത്ത് നിനക്ക് തണൽ. സ്തോത്രം. ഈ വചനങ്ങളൊക്കെ പറയുന്ന സത്യങ്ങൾ നമ്മൾ വിശ്വസിക്കുക. നമ്മുടെ ജീവിത പടകിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ദൈവം ഇടപെട്ടിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ പൂർണ്ണ ശ്രദ്ധയും പൂർണ്ണ ആശ്രയവും കർത്താവിൽ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ, ഇടപെടേണ്ട സമയത്ത് ഇടപെടേണ്ടുന്നവൻ ഏറ്റവും ഭംഗിയായ രീതിയിൽ നമ്മുടെ വിഷയങ്ങൾ ഇടപെടും. ആ വിഷയത്തെ ഡീല് ചെയ്യും. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം നമ്മളെ അങ്ങനെ ഭാരപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ഉണ്ടെങ്കിൽ കർത്താവിന് സന്നി കൊടുത്തിട്ട്, ആ വിഷയം മാത്രം കൊടുത്തിട്ട് ദൈവത്തിൽ നിന്ന് പോയി മൗനമായിരുന്നു പ്രാർത്ഥിക്കുവാൻ, അല്ലെങ്കിൽ മൗനമായി കർത്താവിന് നിന്ന് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുവാൻ, ആ ഒരു ശീലം നമ്മുടെ ലൈഫിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന അപ്പുറമായ മറുപടികളെ തന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തനാണ്. ഒരിക്കൽ കൂടി പറയുന്നു, യുദ്ധം യഹോവയ്ക്കുള്ളത്. സ്തോത്രം. യുദ്ധം യഹോവയ്ക്കുള്ളത്, നമുക്കുള്ളതല്ല, യഹോവയ്ക്കുള്ളത്. കർത്താവ് ചില യുദ്ധങ്ങളെ ചെയ്യുവാൻ ഈ പകൽക്കാലം നമ്മുടെ ലൈഫിൽ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തും.